ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോയി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു കിടിലൻ ടൂറിസ്റ്റ് പ്ലേസാണ് നെല്ലിയാമ്പതി. പാലക്കാട് ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലിയാമ്പതി തണുപ്പും കോടമഞ്ഞൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ്. ഇവിടുത്തെ മിന്നാമ്പാറ വ്യൂ പോയിന്റിലേക്കും മാട്ടുമല വ്യൂ പോയിന്റിലേക്കും ഇവിടുത്തെ ഓഫ് റോഡ് ജീപ്പിൽ യാത്ര ചെയ്ത കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജീപ്പിലെ 2 ഗിയർ കണ്ട് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് നമ്മുടെ ഗാനിം. ഹായ് പറഞ്ഞേ. മസിലോ? ഇത്ര മസിലുണ്ടാ? അത് എന്റെ കാണലാന്നുള്ളൂ. അങ്ങനെ മസിൽ പിടിച്ചുള്ള മസിലൊക്കെ ഉടഞ്ഞു പോയ യാത്രയാണ് ഈ ഓഫ് റോഡിലൂടെ പിന്നീട് സംഭവിച്ചത്. ഈ വഴി കണ്ടോ സ്മൈൽക്ക? അങ്ങനെ ആ പാറപ്പുറമൊക്കെ കയറി കുറച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമെത്തും. കേരള വനം വകുപ്പിൻ്റെ മിന്നാമ്പാറ ചെക്കിംഗ് സ്റ്റേഷനാണിത്. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതുപോലെ വെഹിക്കിൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ഒരു 100 രൂപയും. അങ്ങനെ ടിക്കറ്റ് എടുത്ത് വീണ്ടും കുറേ മുമ്പോട്ട് സഞ്ചരിച്ച് മുമ്പോട്ട് പോയി. ഏതായാലും മലമുകളിൽ കോടമഞ്ഞിറങ്ങിയ സമയമാണ്. നല്ല തണുപ്പും നല്ല കോടമഞ്ഞും നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് മുമ്പോട്ട് പോയി ഒരുപാട് മുകളിലേക്ക് കയറി മിന്നാമ്പാറ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. കോടമഞ്ഞിനാൽ ചുറ്റപ്പെട്ടത് കൊണ്ട് താഴെയുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ കോടമഞ്ഞ് ഒരു മനോഹരമായിട്ട് പ്രകൃതി രമണീയത ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇവിടെ നിന്ന് നോക്കിയാൽ പാലക്കാട് ജില്ല മുഴുവൻ കാണാമെന്നാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഡ്രൈവർ പറഞ്ഞത്. പക്ഷേ കോടമഞ്ഞായത് കാരണം കാഴ്ചകളൊന്നുമില്ല. ഈ കോടമഞ്ഞ് ആസ്വദിക്കുക. അങ്ങനെ മിന്നാമ്പാറയിലെ എക്സ്പ്ലോറിങ് അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ വീണ്ടും വണ്ടിയിൽ കയറി ജീപ്പിൽ കയറി മുകളിലേക്ക് പോയി വീണ്ടും മറ്റൊരു വ്യൂ പോയിന്റിലെത്തി. മാട്ടുമല വ്യൂ പോയിന്റ്. മിന്നാമ്പാറ വ്യൂ പോയിന്റിനേക്കാളും വളരെ വിശാലമായൊരു വ്യൂ പോയിൻ്റാണ് ഈ മാട്ടുമല വ്യൂ പോയിന്റ്. 4 ഭാഗത്തും താഴ്ചയാണ്. നല്ല ഇത് മിന്നാമ്പാറയിലെ പോലെ തന്നെ ഇവിടെയും നല്ല കോടമഞ്ഞ് തണുപ്പും ഉണ്ടായിരുന്നു. ഫാമിലിയായിട്ട് വരേണ്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇവിടെ കുടിവെള്ളത്തിനൊരു വെള്ളമോ അതുപോലെ ബാത്റൂം സൗകര്യമോ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതെല്ലാം കരുതി പ്ലാൻ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് മല കയറാൻ.
ഇവിടുത്തെ ഈ ഓഫ് റോഡ് ജീപ്പുകൾ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നിരവധി ഓഫ് റോഡ് ജീപ്പുകളാണ് ദിനേനെ ഈ മല കയറുന്നത്. അങ്ങനെ മാട്ടുമലയും ആസ്വദിച്ച് ഞങ്ങൾ മല ഇറങ്ങുകയാണ്. വന്ന അതേ വാഹനത്തിൽ തന്നെ തിരിച്ചും ഇറങ്ങുകയാണ്. എന്തായാലും ഒരുപാട് കുണ്ടും കുഴിയും കല്ലുകളും പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ ദുർഘടമായൊരു വഴിയാണ് ഈ വഴി. പക്ഷേ നല്ലതായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്പോട്ട് കൂടിയാണ് നെല്ലിയാമ്പതി.